തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിലും പിണറായി വിജയന് വിമർശനം. പിണറായിക്ക് ലാളിത്യമില്ല. തോൽവിയിലൂടെ തെളിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. പിണറായി പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റെടുത്തത് തെറ്റ്. ജനങ്ങൾ തള്ളിയ ആളല്ല പ്രതിപക്ഷ നേതാവ് ആകേണ്ടതെന്നും വിമർശനം. അബ്ദുൾ റഹീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. റഹീം, എല്ലാ കമ്മിറ്റികളിലും പിണറായിക്കെതിരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ലാളിത്യമില്ലായ്മയാണ് തോൽവിക്കൊക്കെ കാരണമെന്ന് പറയുന്നത് അല്പം ബാലിശ്യമല്ലേ? ആളുകൾ ഒരു തോൽവിയുടെ ആഘാതത്തിൽ അതിനെ ഈ തരത്തിലൊക്കെയാണോ കാണേണ്ടത് എന്നുള്ളതുണ്ട്. കാരണം ഒരു നേതാവിന് വേണ്ട ലാളിത്യം കൊണ്ട് മാത്രം ഒരു നേതാവ് എന്തായാലും മികച്ചതാകുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് നിലപാടുകളുടെ കാർക്കശ്യമുണ്ടായിരുന്നു. അദ്ദേഹം അത്തരം വലിയ നിലപാടുകളൊക്കെ സ്വീകരിച്ചതുകൊണ്ടാണ് കേരളത്തിൽ വികസനങ്ങൾ ഇത്രയധികം സാധ്യമായതിന് എന്ന് ഉള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. എങ്കിലും ആ പാർട്ടിക്കാർ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യം തന്നെയാണ്. ഷാമിലി, തെരഞ്ഞെടുപ്പ് തോൽവി LDFിനെ സംബന്ധിച്ചിടത്തോളം കനത്തൊരു ആഘാതമായിരുന്നു. കാരണം LDFിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു തോൽവിയിലേക്കാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDF നീങ്ങി. ഇതിനുശേഷം CPIMന്റെയും അതോടൊപ്പം തന്നെ CPIയുടെയും എക്സിക്യൂട്ടീവുകളും സെക്രട്ടേറിയറ്റുകളും ചേരുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വലിയ വിമർശനമാണ് CPIMൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ഉയർന്നിരുന്നത്. നേതാക്കളുടെ ഈ പറയുന്ന പോലെ തന്നെ, അതായത് CPIയിൽ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങൾ പിണറായിയുടെയും അതോടൊപ്പം പിണറായിക്ക് ലാളിത്യമില്ല അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഈ CPIMൽ തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള വിമർശനം ഇരു നേതാക്കൾക്കെതിരെയും ഉയർന്നു വന്നിരുന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതടക്കം വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് CPIMൽ നിന്ന് ഉയർന്ന വിമർശനങ്ങളാണ്. അതേസമയം തന്നെ CPIയിൽ നിന്ന് കൂടി പിണറായിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ CPIയുടെ എക്സിക്യൂട്ടീവ് ചേരുകയാണ്. ഇന്നും നാളെയുമായി എക്സിക്യൂട്ടീവ് തുടരുകയും ചെയ്യും. ആ എക്സിക്യൂട്ടീവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത്. പിണറായിക്ക് ലാളിത്യമില്ല, തെളിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തത് തെറ്റായ നടപടിയാണ്. കൂടാതെ ജനങ്ങൾ തള്ളിയ ആളല്ല പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് എന്ന വിമർശനം കൂടി CPIയിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. LDFിൽ CPIക്ക് പ്രസക്തിയില്ലാതെയായി മാറിയിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഇന്ന് ചേർന്നിട്ടുള്ള CPI എക്സിക്യൂട്ടീവ് ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജാവെന്ന് ഭാവിച്ചാണ് മുന്നോട്ട് പോയത് എന്ന രീതിയിൽ തന്നെയുള്ള കടുത്ത വിമർശനങ്ങൾ CPI എക്സിക്യൂട്ടീവിൽ കൂടി ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നും നാളെയും ഈ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് തുടർന്നും ഈ പറയുന്ന പോലെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിനോയ് വിശ്വത്തിനെതിരായ വിമർശനങ്ങൾ